മുന്നിലേക്ക്. രചന മിഴിമോഹന. അവതരണം മിത്രവിന്ദ. ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന കിച്ചു ചുറ്റും നോക്കി. ഹോ, വീണ്ടും അതേ സ്വപ്നം. ഇന്നും മുഖം കാണാൻ കഴിഞ്ഞില്ല. ആലില വയറിലെ പൊക്കിൾ ചുഴിയോട് ചേർന്ന നേർത്ത മറുകും കരിനീല കണ്ണും ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് വർഷം കുറെ കഴിഞ്ഞു. അവൻ തലയിണയിലേക്ക് മുഖം പൊത്തി. മോനെ, കിച്ചാ. താഴെ നിന്ന് അമ്മയുടെ വിളി വന്നു. ഓ, ഈ അമ്മയൊന്ന് സ്വപ്നം കാണാനും സമ്മതിക്കില്ല. തല ഒന്ന് ഉയർത്തി നോക്കി. സ്വപ്നത്തിലെ സുന്ദരിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ആ തലയിണയും 5-6 ഉമ്മയും കൊടുത്തുകൊണ്ട് അവൻ താഴേക്ക് ചെന്നു. എന്തിനമ്മേ രാവിലെ തന്നെ വിളിച്ചു കൂവുന്നത്? അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എൻ്റെ പൊന്നുണ്ണിക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയില്ലേ? വൃശ്ചികത്തിലെ ചോദിക്കാതെ എനിക്ക് കിട്ടിയ എൻ്റെ പൊന്നുമോൻ്റെ പിറന്നാൾ. പുളിയിലക്കര നേരിയത് ചുറ്റി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നവർ. ഓ, അതായിരുന്നോ വലിയ കാര്യം? കിച്ചു മുഖം കൂട്ടി. അതേടാ, എനിക്കത് വലിയ കാര്യം തന്നെയാ. ദേവകിയമ്മയുടെ മുഖം ഇരുണ്ടു. പിണങ്ങാതിൻ്റെ ദേവകിയമ്മേ. കിച്ചു പതിയെ അവരുടെ താടിയിൽ പിടിച്ചു. ഇന്നെങ്കിലും അമ്മയുടെ കൂടെ അമ്പലത്തിൽ വരുമോ? അവർ ദയനീയമായി അവനെ നോക്കി. സോറി ഡാർലിംഗ്, അതിന് മാത്രം എന്നെ കിട്ടില്ല. കിച്ചുവിൻ്റെ ജീവിതം നിശ്ചയിക്കുന്നത് കിച്ചുവാണ്, അല്ലാതെ ദൈവമൊന്നുമല്ല. മുൻപിലെ ജാറിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് വായിലേക്ക് ഒഴിച്ചവൻ. മോനെ. അമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകിയതും കിച്ചു ഗ്ലാസ് ടേബിളിൽ വെച്ചു. എന്നിട്ട് എലിക്ക് കൈകുത്തി. ഈ അമ്മ സെൻറ്റി അടിച്ച് രാവിലെ തന്നെ കാര്യം നേടും. അവൻ പല്ല് കൂട്ടിപ്പിടിച്ചു. ഞാൻ വേണമെങ്കിൽ അമ്പലത്തിൻ്റെ മുന്നിൽ കൊണ്ടുചെന്നാക്കാം. അകത്ത് കയറാൻ നിർബന്ധിക്കരുത്. ഇല്ല. അത്രയും തന്നെ അവൻ്റെ വായിൽ നിന്ന് കേട്ടത് അവർക്ക് സന്തോഷമായിരുന്നു. കിച്ചു കുളിച്ചിറങ്ങി വരുമ്പോൾ ദേവകിയും ഒരുങ്ങി വന്നിരുന്നു. അവരവനെ അടിമുടിയൊന്ന് നോക്കി. എന്താ നോക്കുന്നത്? നല്ലൊരു ദിവസമായിക്കൊണ്ട് നിനക്ക് ആ ഷർട്ടും മുണ്ടും ഇട്ടൂടെ? ഇതൊരുമാതിരി പെണ്ണുങ്ങളൊക്കെ കണ്ട നാണക്കേടാ. ഷോർട്സും ടീഷർട്ടും ഇട്ട് കാണുന്നവർ കണ്ടാൽ മതി, അല്ലാത്തവർ കണ്ണു പൊത്തിക്കോട്ടെ. കിച്ചു, ഇതൊക്കെ ഈ നാട്ടിൻപുറത്ത് ഇട്ടുകൊണ്ട് നടന്നാൽ ആളുകൾ കളിയാക്കും മോനെ. അമ്മയ്ക്ക് ഞാൻ കൂടെ വരണോ വേണ്ടയോ? അവൻ കണ്ണുരുട്ടി. ഓ, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല, ബാ പോയേക്കാം. അങ്ങനെ വഴിക്ക് വാ. അവൻ ബുള്ളറ്റിൻ്റെ ചാവി കറക്കി ഒന്ന് മൂളി. ബുള്ളറ്റിൻ്റെ മുന്നിൽ ചെന്ന് ദേവകിയമ്മ പരിഭവത്തോടെ നോക്കി. എൻ്റെ ഉണ്ണി, ഈ കുന്തത്തിൽ എനിക്ക് കയറാൻ കഴിയില്ല. എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അവനൊന്ന് ചിരിച്ചുകൊണ്ട് ഒരു കൈകൊണ്ട് അവരെ പൊക്കി അതിലിരുത്തി. നിനക്ക് എപ്പോഴും കുഞ്ഞുകളിയാ. ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് നടുവടിയുക. ഒന്ന് പെണ്ണ് കെട്ടാൻ പറഞ്ഞാൽ കേൾക്കുമോ? എന്നിട്ട് വേണം രണ്ടും കൂടി എൻ്റെ നടു ഓടിക്കാൻ. കിച്ചു ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. പോടാ അവിടുന്ന്. അവർ അവൻ്റെ തലയിലൊന്ന് കൊട്ടി. മോനെ, ഒന്ന് നിർത്തിക്കേ. ലക്ഷ്മി മോൾ അമ്പലത്തിൽ പോയോന്നെന്ന് നോക്കട്ടെ. അമ്മയുടെ നടക്കാത്ത ആ പൂതി മനസ്സിൽ നിന്ന് കളഞ്ഞോണം. എന്താടാ ലക്ഷ്മിക്കൊരു കുറവ്? എന്ത് സുന്ദരി അവളെ കാണാൻ തന്നെ. ഈ നാട്ടിലുണ്ടോ അത്രയും തങ്കപ്പെട്ട ഒരു മോള്? അയ്യടാ, കണ്ടേച്ചാലും മതി ശവം. അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഒരുമാതിരി എണ്ണ ചീഞ്ഞു നാറുന്ന മണമാ. പോരാത്തതിന് മരം കയറിയുള്ള നടപ്പും. ഈ നാട്ടിൽ അവൾ കയറാത്ത ഏതെങ്കിലും ഒരു മരം ഉണ്ടോ? കാച്ചിയ എണ്ണയ്ക്ക് ചീഞ്ഞ മണമെന്ന് പറയുന്ന ആദ്യ മനുഷ്യൻ നീയായിരിക്കും. അതെ, കുറെ അവിഞ്ഞ സാഹിത്യകാരന്മാർക്കത് പിടിക്കും. അമ്മയുടെ ചേച്ചിയുടെ മോനില്ലേ, ആ കുളിക്കാതെയും നനയ്ക്കാതെയും ഭാവന ലോകത്ത് നടക്കുന്ന സുധി, അവനിഷ്ടപ്പെടും അവളെ പോലുള്ള പെണ്ണുങ്ങളെ. അവനോട് പറ ആ ശവത്തെ കെട്ടാൻ. കിച്ചു, നീ എപ്പോഴും ആ കൊച്ചിനെ ശവമെന്ന് വിളിച്ച് കളിയാക്കരുത്. ഒരിക്കൽ നീ കരയും കേട്ടോ. കരയുമ്പോൾ കണ്ണുനീർ തുടയ്ക്കാൻ വിളിക്കാം ദേവകി അമ്മയെന്ന്. അവൻ പുച്ഛത്തോടെ മിററിലേക്ക് നോക്കുമ്പോൾ ദേവകിയുടെ നാവിന് വിലങ്ങു വീണു. കിച്ചു പതിയെ വണ്ടി നിർത്തി. ഇനി ദേവകി കൊച്ചിറങ്ങിക്കോ. മോനെ, നീയെ. കണ്ണിൽ നിറയെ പ്രതീക്ഷയോടെ അവനെ നോക്കി. ദാ ആലിഞ്ചോട്ടി കാണും. വല്ല കിളികളും ഉണ്ടോയെന്ന് നോക്കട്ടെ. എനിക്ക് പറ്റിയതാ. കിച്ചു അത് പറയുമ്പോൾ അവനെ നോക്കി
അവർ അകത്തേക്ക് കയറി. തർക്കിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. നാരായണ, എൻ്റെ മോന് നല്ല ബുദ്ധി തോന്നണേ. കൈകൂപ്പി അവരകത്തേക്ക് നോക്കിയതും ആ മിഴികൾ വിടർന്നു. ലക്ഷ്മി മോള്. ദേവമ്മേ. ചെറുപുഞ്ചിരിയോടെ ഓടി അടുത്തേക്ക് വരുന്നവളെ കൺകുളിർക്ക നോക്കി നിന്നു. എൻ്റെ കൃഷ്ണ, മഹാലക്ഷ്മി തന്നെയല്ലേ ഇത്? എൻ്റെ മോന് മാത്രം എന്താ മനസ്സ് മാറാത്തെ? ദേവമ്മ എന്താ ആലോചിക്കുന്നേ? മെല്ലെ അവരുടെ തോളിലൊന്ന് കുലുക്കി പെണ്ണ്. പെട്ടെന്നവർ കണ്ണു വെട്ടിച്ചു. ലക്ഷ്മിക്കുട്ടി തൊഴുതു കഴിഞ്ഞോ? കഴിഞ്ഞു. ദേവമ്മ എങ്ങനെയാ വന്നേ? അതും ഈ കാലം വെച്ച്? കിച്ചു കൊണ്ടുവന്നു. അത് പറയുമ്പോൾ ദേവകിയുടെ ചുണ്ടിൽ ചെറിയ ചിരി പടർന്നു. ആരെന്നാ പറഞ്ഞേ? അവളുടെ ചോദ്യത്തിൽ കുറുമ്പ് കലർന്നു. കിച്ചു, എൻ്റെ മോൻ. എന്തേ, അവന് വന്നൂടെ? അത് ദേവമ്മേ, കാക്ക മലർന്നു പറക്കുന്നുണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. അവൾ തൻ്റെ കൈ നെറ്റിയിൽ വെച്ച് മുകളിലേക്ക് നോക്കി. പോടി കാന്താരി, വെറുതെ അല്ല ആ ചെക്കൻ നിന്നോട് വഴക്കിടുന്നേ. ദേവകി അവളുടെ കയ്യിൽ ചെറുതായൊന്ന് തല്ലി. അതെ, ദേവമ്മയുടെ പരിഷ്കാരി മോനെ, ഡൽഹിയിൽ നിന്ന് പെണ്ണൊന്നും കിട്ടില്ലേ? അവൾ ചന്ദനം അവരുടെ നെറ്റിയിലേക്ക് തൊട്ടുകൊണ്ട് പറഞ്ഞു. ലക്ഷ്മി, എൻ്റെ ആഗ്രഹം. അവരൊന്നു നിർത്തി. നടക്കാത്ത ആഗ്രഹം മാത്രം. വെട്ടാൻ വരുന്ന പോത്തിന് നേരെ ആരെങ്കിലും നിന്നു കൊടുക്കുവോ? അവൾ ഒന്ന് ചിരിച്ചു. മോളെ, നിന്റെ അച്ഛന് കിച്ചൻ്റെ അച്ഛൻ കൊടുത്ത വാക്കാ. ഞങ്ങളുടെ എല്ലാ ആഗ്രഹമായിരുന്നു. പക്ഷേ നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ കീരിയും പാമ്പും അല്ലേ? രണ്ടും രണ്ട് ധ്രുവങ്ങളിലും. എൻ്റെ ദൈവമേ, അയാൾക്ക് വല്ല സുസ്മിത സെന്നിനെയും കണ്ടുപിടിക്കുക. ഞാൻ പോണു. ദേവകിയമ്മ അവൾ പോകുന്നത് നോക്കി നിന്നു. ലക്ഷ്മി പുറത്തേക്ക് വരുമ്പോൾ ആൽത്തറയിലിരിക്കുന്ന കിച്ചുവിനെ കണ്ടു. പരിഷ്കാരി നിക്കർ വിട്ട് വന്നിരിപ്പുണ്ട്. ഇവൻ്റെ നിക്കറിൽ കൂടി ഒരു ഉറുമ്പ് കടിച്ചിരുന്നെങ്കിൽ. എൻ്റെ കൃഷ്ണ, ഒരു തൃക്കൈ വെണ്ണ തന്നേക്കാം. അവൾ കുളിര് കോരി. എന്താടി ഉണ്ടക്കണ്ണും പിടിച്ച് നോക്കുന്നേ? ഒന്നുമില്ല, നാട്ടിലെ പരിഷ്കാരിയെ ചുമ്മാ നോക്കിയതാ. നിക്കർ കേമായിട്ടുണ്ട്. ആണോ? നിന്റെ അച്ഛൻ്റെ അല്ലല്ലോ, എൻ്റെ അല്ലേ. ഞാൻ സഹിച്ചു. അവനും വിട്ടുകൊടുത്തില്ല. ദേ, മരിച്ചുപോയ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, ദേവമ്മയോർത്ത് മാത്രമാ തനിക്കിട്ടൊന്ന് തരാത്തത്. എന്ന് തല്ലടി, ധൈര്യമുണ്ട് നീ തല്ലടി. ആണുങ്ങളുടെ കൈയുടെ ചൂട് നിന്നെ ഒന്ന് അറിയിച്ചിട്ടേ ഉള്ളൂ. ആൽത്തറയിൽ നിന്നും ചാടി എഴുന്നേറ്റു അവനപ്പോൾ. എൻ്റെ അമ്മേ, ഇഡലിക്കുട്ടുകം പോലെ ഉരുട്ടിക്കയറ്റി വെച്ചേക്കുന്ന ഈ ശരീരം കൊണ്ട് ഒന്ന് തന്നാൽ പിന്നെ ഞാനില്ല. വെറുതെ വയ്യാവേലി എടുത്ത് തലയിൽ വെച്ചു. അവൾ നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കി. രണ്ടുപേരുടെ മഴയ്ക്ക് ഇതുവരെ തീർന്നില്ലേ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ നോക്കി. സുധി, നമ്മുടെ കവി. എൻ്റെ കിച്ച, നിനക്കൊന്നും നാണമില്ലേ? നഴ്സറി പിള്ളേരെ പോലെ എപ്പോഴും പിച്ചി മാന്തി എന്ന് പറഞ്ഞ് നടക്കാൻ. അതിന് സുധിയേട്ടാ, ഞാനൊന്നും പറഞ്ഞില്ല. അവൾ മുഖം കോർപ്പിച്ചു. നീയൊന്നും പറഞ്ഞില്ലേടി? കിച്ചു അവളുടെ നേരെ കൈയൊങ്ങി. കണ്ടോ സുധിയേട്ടാ, ഈ പരിഷ്കാരി എന്നെ. ആരാടി പരിഷ്കാരി? നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. കിച്ചുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. വീട് കിച്ചു, അവൾ നിന്നെ എരികേറ്റുന്നതല്ലേ? അതിന് താളം തുള്ളാൻ നീയും. ലച്ചു, നീ വീട്ടിൽ പോയേ. സുധി ലച്ചുവിൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. കിച്ചുവിനെ ഒന്ന് എളിച്ച് കാണിച്ചിട്ട് അവൾ ഓടി. കണ്ടോ സുധി, അവൾ. കിച്ചു നിലത്താഞ്ഞു ചവിട്ടി. അവൾ പറയുന്നതിലും കാര്യമില്ലേടാ. ഈ കുട്ടി നിക്കറ് വിട്ട് മുടിയും നീട്ടി വളർത്തി, കാടുപോലത്തെ കുറെ താടിയും പോരാത്തേന് 5-6 കടുക്കൻ നിന്റെ കാലിലും. നിന്നെ പരിഷ്കാരി എന്ന് വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സുധി ചിരിച്ചു. അയ്യ, ആശാനധികം വിളിക്കണ്ട. ഈ ജുബ്ബ അലക്കിയിട്ട് എത്ര നാളായി. കുളിയില്ല, നനയില്ല, പാവന ലോകത്ത് നടക്കുന്നു. എന്നിട്ട് എൻ്റെ കുറ്റം കണ്ടു വിളിക്കലും. എന്തോ മോനെ കിച്ചു, ആരാടാ പാവന ലോകത്ത്? എനിക്ക് കുറച്ച് കവിതയുടെ ഭ്രാന്തേ ഉള്ളൂ. നിനക്കോ? ഒരാലിലെ വയറും അതിലെ മറുകും 2 മിഴികളും. എവിടെ കിട്ടൂടാ നിന്റെ പെണ്ണിനെ? കിട്ടും. എൻ്റെ പെണ്ണ് ഈ ലോകത്ത് എവിടെയോ ഉണ്ട്. അവൾ വരും എൻ്റെ മുൻപിൽ ഒരു ദിവസം. ഒന്ന് പോടാ. പെണ്ണുങ്ങളെല്ലാം നിന്നെ വയറ് പൊക്കി കാണിക്കാൻ നടക്കുമല്ലേ? ഈ വയറാണോ ചേട്ടൻ സ്വപ്നത്തിൽ കണ്ടതെന്ന് ചോദിച്ച്? നീ പുച്ഛിക്കേണ്ട സുധി. ഒരു ദിവസം എൻ്റെ പെണ്ണിനെ ഞാൻ നിന്റെ നേരെ നിർത്തും. നീ കണ്ടു. എടാ,
നിനക്ക് ലച്ചുവിനെ കെട്ടിക്കൂടെ? അതാകുമ്പോൾ ചെറുപ്പത്തിലേ നിനക്ക് പറഞ്ഞു വെച്ച പെണ്ണാണ് താനും. എടോ ഓഞ്ഞ കവി, തൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി? ഇതുപോലെ അഹങ്കാരിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ശാപം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ചെറിയമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. നീ അങ്ങ് ക്ഷമിക്കുക. ഇനി ഇതിൻ്റെ പേര് വഴക്ക് വേണ്ട. എടാ, എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല, ഇഷ്ടക്കുറവുമില്ല. പിന്നെ അവൾ കാരണം എൻ്റെ സ്വപ്നം നടക്കാതെ പോകുമെന്നുള്ള ഭയം മാത്രമേ ഉള്ളൂ. സ്വല്പം അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിലും അവൾ സുന്ദരിയാ. പക്ഷെ എൻ്റെ സ്വപ്നം. അവനൊന്ന് നിർത്തി. എന്നാലും നീ അതിനെ ശവമെന്നൊന്നും വിളിക്കണ്ടടാ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. തനിക്കത്ര ദണ്ഡമാണെങ്കിൽ താൻ കെട്ടടോ. ഞാൻ അവളെ സ്വന്തമാക്കിയനെ. നിനക്ക് പറഞ്ഞു വെച്ച വെണ്ണല്ലായിരുന്നെങ്കിൽ എന്നാ പോയി കെട്ട്. എനിക്ക് അവളെ വേണ്ട. കിച്ചു, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. നിനക്ക് അവളെ വേണ്ടെങ്കിൽ ഞാൻ അവളെ എൻ്റേതാക്കിക്കോട്ടെ. സുധി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അയ്യോ എൻ്റെ പൊന്നു മഹാനെ, അങ്ങനെയാണെങ്കിൽ തനിക്ക് ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള കാശ് തരും. ആ സാധനത്തെ എൻ്റെ തലേന്നൊന്ന് മാറ്റിയാൽ മതി. പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് എൻ്റെ പെണ്ണിനെ തേടാം. കിച്ചു സുധിയുടെ തോളിൽ കൈവച്ചു. സുധിയുടെ മുഖം തെളിഞ്ഞു. ആ കണ്ണുകൾ തിളങ്ങി. കിച്ചു, നീ സ്വപ്നം കാണുന്ന കുട്ടി നിന്റെ മുന്നേ വന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും? സുധി അവൻ്റെ മനസ്സറിയാൻ ചോദിച്ചു. എന്തായാലും അവളെ കെട്ടില്ല. ആ ഉറപ്പ് പോരെ തനിക്ക്? കിച്ചു ചിരിച്ചു. ശരി. ഇനി നീ കണ്ടുപിടിച്ച ആ പെൺകുട്ടി, അവൾക്ക് നീ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഒന്നുമില്ലെങ്കിലോ? സുധി ചോദിച്ചതും കിച്ചൻ അവൻ്റെ നേർക്ക് ഉറ്റുനോക്കി. ഞാൻ ഉദ്ദേശിച്ചത് സൗന്ദര്യം, വിദ്യാഭ്യാസം, പിന്നെ കുടുംബമഹിമ, അങ്ങനെ പലതും. സുധി, അതൊന്നും എന്നെ ബാധിക്കില്ല. കാരണം ആ അടയാളങ്ങൾ അതെൻ്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഇനി അവൾക്ക് ചലിക്കാൻ കാലുകളില്ലെങ്കിൽ പോലും ഞാൻ അവളെ സ്വീകരിക്കും. ആരും കേൾക്കേണ്ടത് ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. നിനക്ക് വട്ടാണെന്നേ ആളുകൾ പറയും. ആയിരിക്കാം, ഒരു ലോജിക്കുമില്ല. പക്ഷെ എൻ്റെ ജീവിതമാണ്. ഞാൻ കാണുന്ന ആ സ്വപ്നം അതെനിക്ക് ഉറപ്പാണ്. ജന്മജന്മാന്തരങ്ങളായുള്ള ബന്ധം പോലെ അതെന്നെ വിടാതെ പിന്തുടരുന്നു. അവൾ ആരായാലും ഞാൻ അവളെ സ്വന്തമാക്കും. ഓ, നിരീശ്വരവാദിക്ക് ഇങ്ങനത്തെ വിശ്വാസമൊക്കെ ഉണ്ടോ? ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതം നിശ്ചയിക്കുന്നത് ഞാനാ, ദൈവമല്ല. കിച്ചുവിൻ്റെ മുഖം കുറുകി. ഓ, ഞാനൊന്നും പറയുന്നില്ല. നിന്റെ ജീവിതം നീ തീരുമാനിക്കുക. പിന്നെ ഞാൻ എന്തായാലും ലക്ഷ്മിയുടെ കാര്യം പറയാൻ പോവാ. വീട്ടിലെല്ലാവർക്കും സമ്മതമാകും. സുധി അവിടെ നിന്ന് എഴുന്നേറ്റു. കിച്ചു അവൻ പോകുന്നത് നോക്കിയിരുന്നു. താൻ എപ്പോഴാ ലച്ചുവിനെ ഒഴിവാക്കാൻ തുടങ്ങി? +2 കഴിഞ്ഞ് ഡൽഹിയിൽ പോയപ്പോൾ തൊട്ട് ആ സ്വപ്നം വിടാതെ പിന്തുടർന്നു. മനസ്സറിയാതെ ആ പെൺകുട്ടിയിലേക്ക് ചാഞ്ഞപ്പോൾ ലക്ഷ്മിയെ മനഃപൂർവ്വം ഒഴിവാക്കുകയല്ലേ ചെയ്തത്? സത്യത്തിൽ തനിക്ക് ഭയമാണ്. അവൾ കാരണം തൻ്റെ ഇഷ്ടം നടക്കാതെ പോകുമോ എന്നുള്ള ഭയം. കാരണം അത്രത്തോളം ആ സ്വപ്നത്തെ താൻ പ്രണയിക്കുന്നു. മോനെ, കിച്ച, നമുക്ക് പോകാം. അമ്മയുടെ ശബ്ദം കേട്ടതും അവനൊന്ന് തിരിഞ്ഞു. വീട്ടിലേക്കുള്ള യാത്രയിൽ മുഴുവൻ കാണാമറിയത്തുള്ള അവൻ്റെ പെണ്ണായിരുന്നു. അവൻ്റെ മനസ്സിൽ സുധി പറഞ്ഞത് സത്യമാണ്. ആ അടയാളം വെച്ച് താൻ അവളെ എങ്ങനെ കണ്ടുപിടിക്കും? ഇനി കണ്ടെത്തിയാലും അവൾക്ക് തന്നെ ഇഷ്ടമാകുമോ?